സച്ചിൻ തെണ്ടുൽക്കറിന്റെ ഫാം ഹൗസ് ഒറിജിനൽ വീടല്ല കേട്ടോ. ഹേ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങൾ ലോണാവാലയിലൊക്കെ പോയി വന്നിട്ട് ലോണാവാല എന്താണെങ്കിലും ചീറ്റിപ്പോയല്ലോ. അതുകൊണ്ട് പിന്നെ അടുത്തുള്ള വാക്സ് മ്യൂസിയത്തിൽ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയതാട്ടോ. അപ്പോൾ അവിടെ ഫ്രണ്ടിലൊരു പ്ലേ ഏരിയയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മിയാക്കുട്ടീനെ ജസ്റ്റ് ഒന്ന് കാണിച്ച് വെച്ചിട്ട് ഞങ്ങൾ ആ വാക്സ് മ്യൂസിയത്തിലേക്ക് പോവാട്ടോ. ശിവാജി, നെഹ്റു, ഗാന്ധിജി അങ്ങനെ ഒത്തിരി പേരുടെ സ്റ്റാച്ചു നമുക്കവിടെ കാണാൻ പറ്റും കേട്ടോ. ഇതിലൊരു രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഉണ്ടാക്കിയത് ഒരു മലയാളിയാണെന്നുള്ളതാണ്. സുനിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ വാക്സ് മ്യൂസിയം അറിയപ്പെടുന്നത് തന്നെ സുനിൽ സെലിബ്രിറ്റി വാക്സ് മ്യൂസിയം എന്നാട്ടോ. ബോളിവുഡ് താരങ്ങൾ, രാഷ്ട്രീയ നേതാക്കൾ, കായിക താരങ്ങൾ, ചരിത്രകാരന്മാർ തുടങ്ങി വിവിധ രംഗങ്ങളിൽ നിന്നുള്ളവരെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. രാവിലെ ഒരു 9:30 മുതൽ വൈകിട്ട് 9:30 വരെയാട്ടോ ഇവിടുത്തെ ടൈമിങ്. 200 രൂപയാട്ടോ ഇവിടുത്തെ എൻട്രി ഫീസ്. ഫോട്ടോഗ്രാഫിയും ഇവിടെ അലൗഡ് ആണ്. എന്ത് റിയലിസ്റ്റിക് ആയിട്ടല്ലേ അദ്ദേഹം ഓരോന്നും ചെയ്തു വെച്ചേക്കുന്നേ. കരുണാകരൻ, വെള്ളാപ്പള്ളി നടേശൻ എന്നിവരെ നമുക്കവിടെ കാണാൻ കഴിയും കേട്ടോ. ബീർ കുടിക്കുകയാണോ? ഇതിനകത്തൊന്നും ഇല്ലല്ലോ. ബീർ കുടിക്കണം. അനങ്ങുന്നുണ്ടല്ലോ, പക്ഷെ അകത്ത് വേറെ ഗ്ലാസ്. അകത്ത് വേറെ ഗ്ലാസ്. ഫുട്ബോളേഴ്സ് എല്ലാം ഒരു സൈഡിൽ, ക്രിക്കറ്റേഴ്സ് എല്ലാം ഒരു സൈഡിൽ, അങ്ങനെ മൊത്തത്തിൽ കാറ്റഗറൈസ് ചെയ്തിട്ടാട്ടോ ഇവിടെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തെ അറിയാത്ത ഇന്ത്യക്കാരുണ്ടാവില്ല. 3 ദിവസം പാകിസ്ഥാൻ സേനയുടെ യുദ്ധ തടവുകാരനായി തിരിച്ചു വന്നയാളാണ് അദ്ദേഹം. ക്രിക്കറ്റേഴ്സിൽ തന്നെ വിരാട് കോഹ്ലി, ധോണി, ഹർഭജൻ സിംഗ്, കപിൽ ദേവ് അങ്ങനെ ഒത്തിരി പേരുടെ സ്റ്റാച്ചു നമുക്കവിടെ കാണാം കേട്ടോ. ഇംഗ്ലണ്ടിലെ എലിസബത്ത് രാജ്ഞി മുതൽ നമ്മുടെ കേരളത്തിലെ കൊച്ചോസേപ്പ് ചിറ്റിലപ്പള്ളി വരെയുണ്ട്. ശരിക്കും പറഞ്ഞാൽ മലയാളികളായ നമുക്കൊരു അഭിമാന നിമിഷം തന്നെയാണ് കേട്ടോ. മുംബൈയിലെ ലോണാവാലയിൽ വന്ന് നമ്മുടെ കേരളത്തിലെ ഒരു മനുഷ്യൻ ഉണ്ടാക്കിയതെല്ലാം കാണുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. ചോട്ടാ ഭീം, ചോട്ടാ ഭീം, ചോട്ടാ ഭീം ഭീം. പേടിയാണോ? ബേബിക്ക് പേടിയാണോ? പെട്ടുകളാ പപ്പ റെഫറി. അപ്പം ഞങ്ങളുടെ മുംബൈയിലെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.